ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ രാവിലെ തന്നെ വീടും കൂട്ടി ഇറങ്ങിയിരിക്കുവാണ്. അപ്പോൾ ഇനി എങ്ങോട്ടാണെന്നില്ല. അപ്പോൾ രാവിലെ ഒരു ചെറിയൊരു യാത്ര, ഒരു 50 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ പോണു. ദാറ്റ് ഈസ് തമിഴ്നാട്ടിലേക്കാണ് പോകണം. പക്ഷേ ബോർഡറാണ്, കേരള ബോർഡർ കഴിഞ്ഞ ഉടനെയാണ്. കുലശേഖരം സ്ഥലത്തിൻ്റെ പേര്. എനിക്ക് പൊതുവേ തമിഴ്നാട്ടിനോടൊരു ഭയങ്കര ഇഷ്ടമാണ്. ഇത് പക്ഷേ അങ്ങനത്തെ ഒരു യാത്രയല്ല കേട്ടോ. ഇത് വേറൊരു യാത്രയാണ്, വേറൊരു ടൈപ്പ് ഓഫ് ട്രാവൽ. ഇവിടെ ഒരു പ്രസിദ്ധമായൊരു ഹോസ്പിറ്റലും അതോടനുബന്ധിച്ചിട്ടൊരു കോളേജും ഒക്കെ ഉണ്ട്. ദാറ്റ് ഈസ് ഹോമിയോ, ശാരദാകൃഷ്ണ ഹോമിയോപ്പതിക് ഹോമിയോ മെഡിക്കൽ കോളേജ്. വളരെ ഫേമസ് ആണ് ഈ ഭാഗത്ത്. പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് എനിക്ക് നല്ല പരിചയമാണ്. കൂടാണ്ട് അവിടുത്തെ മാനേജർ ശ്രീ പ്രേം, അദ്ദേഹത്തിനെ എനിക്ക് നന്നായിട്ട് അറിയാം, അദ്ദേഹത്തിൻ്റെ വൈഫിനെ അറിയാം. അങ്ങനെ പിന്നെ മെഡിക്കൽ കോളേജ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ഹോമിയോ കോളേജിന് വളരെയധികം പ്രസക്തിയുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ബിഗ് കോളേജ്. അവിടെ ഒരു പ്രാവശ്യം എനിക്ക് യാദൃശ്യമായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട്, അതായത് തമിഴ്നാട് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത്, യാദൃശ്യമെന്ന് പറയാൻ പറ്റില്ല, ഇവരെ കാണാൻ വേണ്ടി തന്നെ ഞാൻ പോയത്. ജസ്റ്റ് വന്നപ്പോൾ നമ്മുടെ പഴയ ഫ്രണ്ട്സ് ആണല്ലോ, ജസ്റ്റ് ഒരു പരിചയം പുതുക്കാൻ വേണ്ടി ഒന്ന് കയറിയിരുന്നു. പക്ഷേ കാര്യമായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണണം, അന്ന് ഇച്ചിരി ലേറ്റ് ആയിരുന്നു. അപ്പോൾ കാണുമ്പോൾ തന്നെ ക്യാമ്പസിന് ഒരു ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ബ്യൂട്ടിഫുൾ സീനിക് പ്ലേസ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണം തോന്നി, അവിടുത്തെ ടോട്ടലായിട്ട് കോളേജിൻ്റെ വിശേഷം. കൂടാണ്ട് വളരെ ഫേമസ് ആണ് അവരുടെ ഹോസ്പിറ്റലും. ദാറ്റ് ഈസ് ഹോമിയോ ഹോസ്പിറ്റൽ, ശാരദാകൃഷ്ണ ഹോമിയോപ്പതിക്. ഇതുമായിട്ട് ക്ലബ് ചെയ്താണ് വരുന്നത്, സെയിം ക്യാമ്പസ്, സെയിം കോമ്പൗണ്ടിൽ. അതെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ നിരക്കിൽ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായം. കംപ്ലീറ്റ്ലി ഹോമിയോ. ഭയങ്കര റിസൾട്ടാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻഫെർട്ടിലിറ്റിക്കും കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാർക്ക് അവിടെ പോയി ചികിത്സിക്കുന്നു. പിന്നെ അത് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അത് അവിടെ ചെല്ലുമ്പോൾ അറിയാം കൂടുതൽ വിശേഷങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അറിയണം. ഇന്ന് ഒ പി ഡേ ആണ്. അപ്പോൾ ഒ പി ഡേ ഒക്കെ ഭയങ്കര തിരക്കാണ്. ഞാൻ വിളിച്ച് ചോദിച്ചു, ഞാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ഇന്ന് ഒ പി ഡേ ആണ്, ഭയങ്കര തിരക്കായിരിക്കും, കുഴപ്പമില്ല, എന്തായാലും വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒ പി ഡേ ആണെങ്കിലും സാരമില്ല, നമുക്ക് പോയി കാര്യങ്ങളൊക്കെ കാണാമല്ലോ. അപ്പോൾ കോളേജ് വിശേഷങ്ങൾ, അവിടുത്തെ ബാക്കി ബ്യൂട്ടിഫുൾ പ്ലേസ്, ആംബിയൻസ് ഒക്കെ കാണാം. അതാണ് ഇപ്പോൾ യാത്ര. അപ്പോൾ ഒരു 55 കിലോമീറ്ററിന് ഉള്ളിലേ ഉള്ളൂ. അപ്പോൾ എന്നോടൊപ്പം വരിക, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും. ഹോമിയോപ്പതിക് കോളേജിൽ എത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ഒരു സീനിക്. ഞാൻ നിങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അത് ഇദ്ദേഹമാണ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ പ്രേം മോഹൻ, അദ്ദേഹത്തിൻ്റെ വൈഫാണ് രമ്യ. ആൻഡ് ഇത് ശ്രീ വെങ്ങാനൂർ ബാലകൃഷ്ണൻ സാർ ഒരു വലിയൊരു എഴുത്തുകാരൻ, സാഹിത്യകാരൻ. അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ട് മാഗസീനുണ്ട് സാറിൻ്റെ, സ്മൈൽ പ്ലസ് എന്നുള്ളൊരു മാഗസീനുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ എല്ലാവരും ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. സാറിനെയും കൂടെ ഇവിടെ വെച്ച് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സജീവമായിട്ട് വർക്കിംഗ് ടൈമാണ്. ഹലോ, കോളേജ് ഓഫീസ്. കോളേജിൻ്റെ വിശേഷങ്ങൾക്കൊപ്പം ഇവിടെ മറ്റൊരു ഫോക്കസ് ഏരിയയാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ. അപ്പോൾ ഇന്നിപ്പോൾ തിരക്കാണെങ്കിലും ഒന്ന് പോയി കാണാമല്ലോ. നിങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലേ. അതായത് എത്രയാണ് ഒ പി ടിക്കറ്റ്? വളരെ ഏറ്റവും മിനിമം പൈസയിലല്ലേ ഇവിടെ ചെയ്തു? 40 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. 40 രൂപയുടെ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ കൺസൾട്ടേഷൻ പ്ലസ് ഫ്രീ മെഡിസിൻ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ സാധാരണ ഒരു ഹോമിയോ കോളേജ് അല്ല, ഹോമിയോ പിന്നെ എന്താ പറയുക, ഹോസ്പിറ്റൽ ആ മോഡൽ അല്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം നമുക്ക് ഹോമിയോ മെഡിസിൻ കൂടെ ഫിസിയോതെറാപ്പി, അഡ്വാൻസ്ഡ് ആണ്, ICU യൂണിറ്റ് ഉണ്ട്, ഫെസിലിറ്റി ഉണ്ട്.
ഏകദേശം അത്യാവശ്യം നല്ല ഇൻഫെർട്ടിലിറ്റിക്ക് ഭയങ്കര റിസൾട്ടാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് ഇവിടുത്തെ ചികിത്സ. പിന്നെ അതുപോലെ പ്രിവെൻറ്റീവ് കാർഡിയോളജി, കാർഡിയോ ഇഷ്യൂസ് പ്ലസ് ബാക്ക് പെയിൻ, ഡിസ്ക് ബൾജിങ്, അതിനൊക്കെ ഭയങ്കര സംഭവമാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒന്ന് നോക്കാം അവിടെ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് കാണണമെന്നൊരു വീക്ക് ഇസ് ഫ്രീ. ഒരു 30 രൂപ അല്ലെങ്കിൽ 40 രൂപ ഫ്രഷ് അഡ്മിഷൻസ് ആയിട്ട് സോപ്പി ആണെങ്കിൽ 40 റുപ്പീസ് കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ 1 വീക്കാണ് ഫ്രീ മെഡിസിനും ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. അതൊരു വലിയ സംഭവമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എക്സ്ട്രാ മെഡിസിൻ ആണെങ്കിൽ ഫാർമസി ഒരു മാസത്തേക്കുള്ള, അത് വളരെ ചെറിയ പൈസയാണ് അല്ലേ, വളരെ ചെറിയ പൈസയൊക്കെയാണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് സ്റ്റുഡൻസിന്, പഠിക്കുന്ന കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഭയങ്കര ഇതാണ്. ഇത്രയും ഫെസിലിറ്റി ഉള്ളൊരു ഹോസ്പിറ്റൽ അവർക്ക് എനിക്കൊന്ന് ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴാണോ അവർ ഇതിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. പിന്നെ നല്ല സ്റ്റുഡൻസിനെ നിങ്ങൾ ഇവിടെ തന്നെ എടുക്കുകയും ചെയ്യുമായിരിക്കും അല്ലേ, നല്ല മാർക്കും. ഒ പിയിലേക്ക് ഇരുത്തി ഓക്കെ, രണ്ടാമത്തെ വർഷം തന്നെ. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ അകത്തെ വിശേഷങ്ങളൊന്ന് കാണാം. ഒരു ഒ പി സെക്ഷൻ കാണുകയാണ്. അജയ് സർ, ഏത് മെഡിസിൻ ഇവിടെ സ്പെഷ്യൽ? ജനറൽ മെഡിസിൻ കൂടാതെ ഞങ്ങൾ കാർഡിയോളജിയുടെ പ്രിവെന്റീവ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇവിടെ ഇത്രയും കൂടാതെ ന്യൂറോ റീഹാബിലിറ്റേഷൻ ആണ് ഞങ്ങൾ ഇപ്പോൾ ഫോക്കസ്. ന്യൂറോ റീഹാബിലിറ്റേഷൻ അല്ലേ, ഡോക്ടറിന്റെ ഒ പി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിറച്ച് ആൾക്കാരുണ്ടല്ലോ, കുറേ സ്റ്റുഡൻസ് ആണോ? കുറേ പേര്, കുറച്ച് ഞങ്ങളുടെ ഇന്റേൺസ്, പിന്നെ അതേപോലെ പി ജി ഡോക്ടേഴ്സ് ഉണ്ട്, മെഡിക്കൽ ഓഫീസേഴ്സ്, അതേപോലെ തന്നെ ഞങ്ങളുടെ മറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ്. ഓക്കെ, സാധാരണ ഒരു ഒ പി അങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ആവറേജ് നമുക്ക് ഒത്തിരി പേഷ്യന്റ് വരുന്നതുകൊണ്ട് തന്നെ ഇത്രയും ആൾക്കാരുണ്ടെങ്കിലേ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ. അഡ്വാൻറ്റേജ് ഞങ്ങൾക്ക് ഈ ക്ലിനിക്കൽ ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഡിഫറെൻ്റ്, ഇതൊരു റെഫറൽ ഹോസ്പിറ്റൽ പോലെ ഇന്ന് ഇന്ത്യയുടെ പല ഭാഗത്തിൽ നിന്ന് പേഷ്യൻ്റ് ഇവിടെ എത്തുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം എക്സ്പോഷർ കുട്ടികൾക്കും അതേപോലെ പി ജി ഡോക്ടേഴ്സിനും കൊടുക്കാൻ കഴിയും. അറിയാലോ, ഹോമിയോപ്പതി ചികിത്സ എന്ന് പറയുന്നത് ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നുള്ളതിനോടൊപ്പം തന്നെ ഏറ്റവും ഒരു ക്യൂറേറ്റീവ് ലെവലിൽ, ഒരു ഹോമിയോപ്പതി ക്യൂറേറ്റീവ് ലെവലിൽ ചികിത്സ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ള നിലയിൽ മറ്റ് ചികിത്സയിൽ നിന്ന് ഇത് വ്യത്യാസപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് എല്ലാ ചികിത്സയും ഉപേക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് മിക്കവാറും രോഗികൾ ഹോമിയോപ്പതി ചികിത്സ തേടി. ലാസ്റ്റ് റിസോർട്ട് പോലെയാണ് ഇപ്പോൾ. അതിൽ ഞങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയുന്നു. തീർച്ചയായിട്ടും എല്ലാ കേസുകളും കുട്ടികൾ IP-യിലും ഞങ്ങൾക്ക് എപ്പോഴും 100% ബെഡ് ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻപേഷ്യൻറ്റ് 100%. ഞങ്ങൾക്ക് 110 ബെഡ് ഹോസ്പിറ്റലാണ്, 100 പേരെ കിടത്തി ചികിത്സിക്കുന്നു. അതൊരു ബുക്കിങ്ങിലാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത്. ICU വിത്ത് ചെറിയൊരു മിനി ICU വിത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എമർജൻസി കേസുകൾ, ഇതേപോലുള്ള ഒരു ടെറിഷറി കെയർ കേസുകൾ വരുമ്പോൾ പലപ്പോഴും എമർജൻസിയുടെ ആവശ്യം വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു മിനി ICU ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നു. ഇത് ഫൈനൽ ഇയേഴ്സ്. അവർക്ക് എക്സ്പോഷർ കൊടുക്കുന്നത് ഞങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ കെയർ കിട്ടണം എന്നുള്ളതുകൊണ്ട് ഈ ക്ലിനിക്കൽ ട്രെയിനിങ് 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയേഴ്സിന് 8:30 to 10:45. ദെൻ അഗെയിൻ ഫൈനൽ ഇയേഴ്സ് 10:45 to 12:45. ഡോക്ടർ വിൻസ്, ഓക്കെ, സാറാണ് ഇവിടുത്തെ ഓർത്തോ ഹെഡ്. ഓക്കെ, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്. ഇത് എല്ലാം ഇൻറ്റേൺസ് ആണോ ഫൈനൽ ഇയേഴ്സ് ആണോ? ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. ഓക്കെ,
നിങ്ങളെല്ലാം പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? കറക്റ്റ് എല്ലാം അറിയാം, നോട്ട്സൊക്കെ വെച്ചിട്ട്. So we teach them the techniques. Okay. Patient എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. They get a practical exposure. പിന്നെ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ് അല്ലേ? ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവിടെ ഉണ്ട്. ഇപ്പം എന്നെ കണ്ടിട്ട് വെറുതെ സംസാരിക്കാൻ വന്നതാണ്. ഞാൻ ഇങ്ങനെ ചോദിക്കായിരുന്നു, 2 months ആയിട്ട് ഇവിടെ ഇൻപേഷ്യൻ്റ് ആണ് രണ്ടാളും. കിടപ്പായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കുറേ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഡിസ്ചാർജ് ആവുന്ന കാര്യം ഇനിയൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അജയൻ സാറാണ് കാണുന്നത്. അജയൻ സാറാണ്. അപ്പോൾ ഓർത്തോ ആണ് അല്ലേ? അപ്പോൾ ഓക്കെ, ഓർത്തോ ആണ്. പിന്നെ പുള്ളിയുടെ ഒരുപാട് കാർഡിയാക്കിൻ്റെ ഇഷ്യൂസ് നല്ല മാറ്റമുണ്ടോ? അൾസർ ഇഷ്യൂസ് ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. മരുന്ന് ഇംഗ്ലീഷ് മെഡിസിൻ കൂടുതലും കുറച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആകെ 2 ടാബ്ലറ്റും കൂടി ഇടും. അതും കൂടി നിർത്തി നോക്കിയിട്ട് ഇനി ഓ അത് ശരി. ഹലോ, കുടമ്പുര പുതിയതാണോ? എന്താണ് വിഷയം ഇവിടെ? ഇൻപേഷ്യൻ്റ് ആണോ? ഓക്കെ, മുട്ടുവേന മാറ്റമുണ്ടോ? നല്ല മാറ്റമുണ്ട്. ഓക്കെ, അപ്പോൾ പെട്ടെന്നല്ല ശരിയാകട്ടെ. ഇതെല്ലാം ഇൻപേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള റൂംസ്. സ്പെഷ്യൽ റൂംസ് ഉണ്ട്, ജനറൽ വാർഡ് ഉണ്ട്, ഫീമെയിൽ വാർഡ്. ഓക്കെ, റൂംസ് എ സി റൂംസ് ഉണ്ട് അല്ലേ? ഫിസിയോതെറാപ്പി. നമസ്കാരം. നഴ്സസ് റൂം അല്ലേ? ഓക്കെ, ഓ സന്തോഷം. ഇപ്പം ഇതാണ് ഫിസിയോതെറാപ്പി. ഓക്കെ, ഇവിടെ നല്ല പേര് കേൾക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പിയും ഹോമിയോ ചികിത്സയും കൂടി കമ്പൈൻ ചെയ്ത് തിരക്ക് അല്ലേ? ലിഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. IC യൂണിറ്റ് ഹിയർ. ഇത് അക്കാഡമിക് പർപ്പസിന് മാത്രമാണ്. ഓപ്പറേഷൻ തിയേറ്ററും ഒക്കെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ പോകുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്ലിനിക്കൽ പ്രാക്ടീസ്. ഇവരുടെ തന്നെ കുട്ടികളുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള വേറെ ഒരു സെക്ഷനാണ്. ക്ലിനിക്കൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ. ദാറ്റ് മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഇവിടെ? സർ മാഡം, ഓൾറെഡി കുട്ടികൾക്ക് ക്ലിനിക്കൽ ട്രെയിനിങ്ങിൽ കൂടുതൽ ഡയറക്ഷൻ അല്ലെങ്കിൽ കൂടുതൽ പ്രാവീണ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സെൻറ്ററാണ്. പ്രാക്ടിക്കലായിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്വിച്ചറിങ്, അപ്പോൾ ഡയറക്റ്റായിട്ട് പേഷ്യൻറ്റിൽ പോവാതെ തന്നെ കുട്ടികൾക്ക് ഇവിടെ ട്രെയിനിങ് എടുക്കാം, സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ എല്ലാ സർജിക്കൽ പ്രൊസീജിയേഴ്സിനും മിനിമം ബേസിക് ലെവലിൽ ഒരു സ്റ്റുഡൻറ്റിന് അവയർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഒരു ഡിസീസ് മാനേജ്മെൻറ്റിൻ്റെ പാർട്ടായിട്ടാണ് കത്തീട്രൈസേഷൻ, then അതേപോലെ റൈൽസ് ട്യൂബ് ഇൻസേർഷൻ, അതേപോലുള്ള എല്ലാ ട്രെയിനിങ്ങും കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ. ഹോമിയോപ്പതിയിൽ ഏതാണ്ട് 13 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. 13 ഡിപ്പാർട്ട്മെൻറ്റുകളും ബേസ് ചെയ്തിട്ട് ക്ലിനിക്കൽ ട്രെയിനിങ് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു സെൻറ്ററാണ് ഞങ്ങൾ റെഡിയാക്കിയിരിക്കുന്നത്. സോ ക്ലിനിക്കൽ ട്രെയിനിങ് ഞങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരും അവരുടെ ഏരിയയിലുള്ള ക്ലിനിക്കൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുക്കാറുണ്ട്. വെയിനൊക്കെ വിസിബിൾ ആണ്. പേഷ്യൻറ്റ് വെയിൻ അങ്ങനെ നമ്മൾ പേഷ്യൻസിന് സെലക്ട് ചെയ്യുമോ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ വിസിബിലിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ നീഡിലെടുത്തിട്ട് എങ്ങനെയാണ് പേഷ്യൻസിന് ചെയ്യുന്നോ അതുപോലെ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ബ്ലഡിന് പകരം അതുപോലെ അതേ സെയിം കളറിലുള്ള ഫ്ലൂയിഡ് ഉണ്ട്, അത് ഇട്ട് വെച്ചിട്ടുണ്ട്. മാഡം, ഇത് റൈൽസ് ട്യൂബ് ഇൻസേർഷൻ വേണ്ടിയിട്ടുള്ളതാണ്. അതെ അതെ, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് ഞങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് CPR. യെസ്, കാർഡിയാക് ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് CPR. ഈ റീസെൻ്റായിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ കഴിഞ്ഞത് ഞങ്ങളുടെ സ്റ്റുഡൻസും ഞങ്ങളുടെ സ്റ്റാഫിൻ്റെയും ശ്രമഫലമായിട്ടാണ്. അത് ഡെഫിനറ്റായിട്ട് ഞങ്ങളൊരു പ്രോട്ടോകോൾ ബേസ് ചെയ്ത് ഇവിടെ ഒരു കോഴ്സ് തന്നെ കൊടുക്കുന്നുണ്ട് അല്ലേ? അതേപോലെ സ്റ്റുഡൻസിന് ഒരു ട്രെയിനിങ്, ഒരു മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് ഒരു കോഴ്സ് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് CPRനെ ബേസ് ചെയ്തിട്ട്. അത് വളരെ എഫക്റ്റീവായിരുന്നു. അതിന് ലൈഫ് ഒരു ഈ റീസെൻ്റായിട്ട് ഞങ്ങളുടെ IPയിൽ ഒരു കാർഡിയാക് ഫെയിലിയർ ഉണ്ടായിരുന്നു.
ഞങ്ങൾ കുട്ടികൾ ഇമ്മീഡിയറ്റായിട്ട് അറ്റൻഡ് ചെയ്തു, ഞങ്ങളുടെ സ്റ്റാഫ് ഇമ്മീഡിയറ്റായിട്ട് അറ്റൻഡ് ചെയ്തു, പേഷ്യൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ വന്നതിന് ശേഷം മാത്രം വിവിധ ഏരിയകളിൽ ഈ 13 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പല മെഡ്യൂളുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് കാരണം വളരെ എക്സ്പെർട്ടായിട്ടുള്ള സ്റ്റുഡൻസിനെയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരെയും ഞങ്ങൾക്ക് ശാരദാ കൃഷ്ണയിൽ നിന്ന് ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് മാം. ദെൻ സപ്പോസ് ആഫ്റ്റർ ട്രെയിനിങ് ദെൻ ഫൈനലി ഇതിനൊരു ഇവാലുവേഷൻ നടത്തണം. അപ്പോൾ ദെൻ ഹിയർ വി ആർ പ്രൊവൈഡ് ഒരു ടാസ്ക് സ്റ്റുഡൻറ്റിന് കൊടുക്കും. ദെൻ ഹിയർ ദ 6 ക്യാമറാസ് ആർ ദെയർ. ഇവിടുത്തെ ജെൻസ് ഹോസ്റ്റൽ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഇത് എത്ര സ്റ്റുഡൻസിന് അക്കോമഡേഷൻ കൊടുക്കും? 100 സ്റ്റുഡൻസിന്. ഓക്കെ. ഇതാണ് സ്റ്റോർ അല്ലേ? കുട്ടികൾക്ക് എന്തെങ്കിലും അത്യാവശ്യം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ, ഇന്റർനെറ്റ് കഫേ, ക്യാൻറ്റീൻ വേറെ ഉണ്ട്. ഓക്കെ. ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലേക്ക് കടന്നിരിക്കുവാണ്. ബിൽഡിങ്ങിൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ ഇത് ശരിക്കും ഒരു നല്ല സീനിക് ആയിട്ടുള്ള സ്ഥലമുണ്ട്. കുന്നിൻ്റെ മുകളിൽ പോലെയാണ്. ഞാൻ അതിൻ്റെ ബാക്കി ഭാഗം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഭാഗത്തേക്ക് പോകണം. ഇത് മെഡിസിനൽ ഗാർഡൻ ആണോ? ഓക്കെ. എല്ലാത്തിൻ്റെയും ബൊട്ടാണിക്കൽ നെയിമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ കയറിയ ഭാഗം, ഹോസ്പിറ്റൽ, ശാരദാ കൃഷ്ണ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഒരു മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഗാർഡൻ. ശ്രീമതി അമ്മ മെമ്മോറിയൽ ബിൽഡിങ്സ്, ശാരദാ കൃഷ്ണ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, ലേഡീസ് ഹോസ്റ്റൽ. എത്ര 1, 2, 3, 4 നിലയല്ലേ? ഇത് വിസിറ്റേഴ്സ് ലോഞ്ചാണ്. പാരൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഗസ്റ്റുകൾക്ക് ഇരിക്കാനായിട്ടുള്ള സംവിധാനം. ഇതേ ഇവിടെ ലഞ്ച് ടൈമാണ്. അവരുടെ മെസ്സിലേക്കാണ് ഞാനിപ്പോൾ കടന്നു കയറാൻ പോകുന്നത്. കടന്നാക്രമണം. ഇത് ഏട്രിയം മോഡലാണ് അല്ലേ? കോർട്ട്യാർഡ്. മുകളിൽ ഏറ്റവും മുകളിൽ വാഷ് ചെയ്ത് ഇടുന്നതിനായിട്ട് സ്റ്റഡി ഹാള്. ഓക്കെ. ഏറ്റവും മുകളിൽ ഇത് റൂംസ് ഇങ്ങനെ ഓരോരോലായിട്ട്. ഏറ്റവും താഴെ ഇതൊരു കോർട്ട്യാർഡ് ആൻഡ് അവരുടെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം, മെസ്, ഡൈനിങ് ഹാൾ. ഫുഡ് സെർവിങ് ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ലഞ്ച് 12:30 മുതൽ 1:30 വരെ. കുട്ടികൾ തന്നെ സ്വന്തമായിട്ട് എടുക്കുന്നു, കഴിക്കുന്നു. അവരുടെ പ്ലേറ്റ് അവർ കഴുകുന്നു, തിരിച്ചുകൊണ്ട് വയ്ക്കുന്നു. റാക്കിൽ ഗ്ലാസസ്, പ്ലേറ്റ്, വാഷിംഗ് ഏരിയ നല്ല ഓർഗനൈസ്ഡ്. അതേ നോക്കിയേ. ഹോസ്റ്റലിലെ വാർഡന്മാർ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അവർ സ്വന്തമായിട്ട് പ്ലേറ്റായിട്ട് കുട്ടികൾ പോയി എടുക്കുന്നു. എനിക്ക് സത്യത്തിൽ ഇത് എൻ്റെ പഴയ ഹോസ്റ്റൽ ലൈഫാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. എത്രയോ വർഷങ്ങളായി ഒരു ഹോസ്റ്റലിൻ്റെ അകത്ത് കയറിയിട്ട്. ലേഡീസ് ഹോസ്റ്റൽ, മെസ്സ്, ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് കഴിക്കുന്ന ആ ഒരു സീനൊക്കെ പഴയ ഓർമ്മയാണ്. ഞാൻ സെൻറ്റ് റിസാസിലൊക്കെ പഠിക്കുമ്പോൾ 2 വർഷം ഹോസ്റ്റലായിരുന്നല്ലോ, ആ ഓർമ്മയാണ് വരുന്നത്. ഇന്നത്തെ എന്തൊക്കെയാണ് ഭക്ഷണം? ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, കാബേജ് തോരൻ, പരിപ്പ്, രസം, മോര്, അച്ചാറ്. ഇഞ്ചിക്കറിയാണോ? ഓക്കെ. മോര്, രസം, പിന്നെ പരിപ്പ്, 3 കറിയുണ്ട് അല്ലേ? ഓക്കെ. 3 ഒഴിച്ചു കറിയും തൊട്ടുകറി 2 പ്ലസ് അച്ചാറ്, ഇഞ്ചിക്കറി, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, പിന്നെ ക്യാബേജ് തോരൻ. വൈറ്റ് റൈസ് ഇതാണ്. നിങ്ങൾ ചുലേക്ക് എന്തരിയ ഇത്? ജയാരി. നല്ല വെൽ നീറ്റ്. നിങ്ങളുടെ കിച്ചൺ അതല്ലേ അകത്തേക്ക്? ഓക്കെ. അതും കൂടി ഒന്ന് നോക്കാം അല്ലേ? കുട്ടികളെല്ലാം ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് കഴിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. മെസ്സിൻ്റെ ഇവരുടെ കിച്ചൺ ഏരിയ ആണ്. വെരി നീറ്റ് ആൻഡ് ക്ലീൻ, നോ ഡൗട്ട്. അടിപൊളി. മെസ് മാനേജറിന് ഒരു സെപ്പറേറ്റ് ക്യാബിൻ ഉണ്ടല്ലേ? കാര്യം ഒരു 10-500 കുട്ടികൾക്കുള്ള ഭക്ഷണം. ഒരു വലിയ അടുക്കളയാണ് കേട്ടോ. നന്നായിട്ട് വളരെ നീറ്റായിട്ടാണ് ചെയ്തത്. ഞാനിപ്പോൾ പറയാതെ വന്ന് കയറിയതാണ്, എന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ. നോക്കിയേ, കിച്ചൺ യുട്ടൻസിൽ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. വലിയ വലിയ ഗ്രൈൻഡേഴ്സ്, വാഷിംഗ് ഏരിയ സെപ്പറേറ്റ്, സ്റ്റോർ റൂം, വെജിറ്റബിൾ വേറെ, പ്രൊവിഷൻ വേറെ. ഓക്കെ ഓക്കെ. നീറ്റായിട്ട് ഇത് അവരുടെ പ്രൊവിഷനൊക്കെ വയ്ക്കുന്ന സ്റ്റോർ റൂം നമ്പർ 1. അടിപൊളിയായിട്ട് നീറ്റായിട്ട് വെച്ചിരിക്കുന്നു, കണ്ടില്ലേ? നല്ല ഗംഭീരമായിട്ട് സ്റ്റോറേജ് റൂം.
നോക്കിയേ, വെജിറ്റബിൾ സ്റ്റോർ റൂം, അതും ഭയങ്കര നീറ്റ്. കണ്ടോ, പച്ചക്കറി ഒന്നും കേടാകാണ്ടിരിക്കാൻ നിരത്തി എല്ലാം സെപ്പറേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ പ്ലേസ്മെൻറ്റ്. ഓക്കെ, മെസ് മാനേജറാണ്, അദ്ദേഹത്തിന് വേറെ മുറിയുണ്ട് ഇതിനകത്ത് തന്നെ. ഇത് ചപ്പാത്തി മെഷീൻ, 1000 ചപ്പാത്തി പെർ അവർ ഉണ്ടാക്കും. പിന്നെ ഇത് ഇടിയപ്പം മെഷീൻ, അതെല്ലാം മെക്കനൈസ്ഡ് ആണ് കാര്യങ്ങൾ, അടുപ്പ് കാര്യങ്ങൾ. ബ്യൂട്ടിഫുൾ സ്റ്റീം കുക്കിങ്ങും ഗ്യാസും. നോക്കിയേ, എക്സോസ്റ്റിൻ്റെ കംപ്ലീറ്റ് യൂണിറ്റ് ഉണ്ട്. വെരി നീറ്റ്. ഞാൻ ഇതുപോലെ അത്രയും നീറ്റായിട്ട് ഞാൻ ഒരു ഹോസ്റ്റലും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഫ്രീസർ ഉണ്ട്. ഇതാണ് മെസ് മാനേജറുടെ മുറി. അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് വരുന്ന സ്റ്റോക്ക് വെരിഫൈഡ് എടുക്കുക, സ്റ്റോക്ക് എൻട്രീസ്, സ്റ്റോക്ക് എക്സിറ്റ് അല്ലേ കൊടുക്കുന്നത്, അന്നന്ന് ആവശ്യത്തിനുള്ള എടുക്കുക കൊടുക്കുക, ടോട്ടൽ മാനേജ്മെൻറ്റ്. ഇതെല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. വെരി നൈസ്. അപ്പോൾ ഇവരുടെ മെസ്സ് പെർഫെക്റ്റ്. ഇതുപോലെ തന്നെ മെൻസ് ഹോസ്റ്റലിലും സെയിം മെത്തേഡ് അല്ലേ? ഫുഡ് കോമൺ ആയിട്ട് ഉണ്ടാക്കിയിട്ട് അവിടേക്ക് എത്തിക്കും. ഓക്കെ, അവിടെ ഒരു 100 പയ്യന്മാരല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? 100 ബോയ് സ്റ്റുഡൻസും ഇവിടെ 500 ഫീമെയിൽ സ്റ്റുഡൻസ് ഉണ്ട് ആക്ച്വലി. ഇവർ 1 മണിക്കൂറാണ് കേട്ടോ ഇവരുടെ ലഞ്ച് ടൈം. ഈ ഏരിയയിൽ വരുമ്പോൾ ഇത് പുതിയ കുട്ടികളാട്ടോ, ഫസ്റ്റ് ഇയേഴ്സ് ആണ്. ഇവിടെ ഒരു സ്റ്റുഡൻസ് കബോർഡ് ഉണ്ട്. കുട്ടികൾക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിൽ നിന്ന് അച്ചാറൊക്കെ കൊണ്ടുവന്ന് ലേബൽ ചെയ്ത് അവർക്ക് ഇവിടെ സൂക്ഷിക്കാം. ദിസ് സൈറ്റ് ഇഷ്ടമായ അവിടെ ഇരിക്കും. ഇവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ? നിങ്ങൾ പല സ്ഥലത്തുനിന്ന് വരുന്നവരല്ലേ അല്ലേ? എവിടെ സ്ഥലം? മലപ്പുറം, കാസർഗോഡ്, എറണാകുളം, ട്രിവാൻഡ്രം, തേനി, തമിഴ്നാട്, ആലപ്പുഴ. കൂടുതലും പക്ഷേ കേരളത്തിലെ കുട്ടികളാണ് അല്ലേ മോസ്റ്റ്ലി? എല്ലാ ജില്ലകളിൽ നിന്നും ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങളെല്ലാം ഫസ്റ്റ് ഇയേഴ്സ് അല്ലേ? ഫസ്റ്റ് ഇയർ. പുതിയ എക്സ്പീരിയൻസ് അല്ലേ? അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ അവർക്ക് വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാം ഫുഡൊക്കെ പുറത്തുനിന്ന് അല്ലേ? അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്, ദേ അച്ചാറൊക്കെ റെഡിയായി കണ്ടുവാങ്ങിയാൽ തോന്നും അല്ലേ? ആണോ? ഫിഷ് പിക്കിളൊക്കെ കൊണ്ടുവരാൻ വേണമെങ്കിൽ. ഇവിടെ വെജാണോ കംപ്ലീറ്റ്? നോൺ വെജ് കൊടുക്കും? ഉണ്ട്, രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 50% കുട്ടികൾ കേരളത്തിൽ നിന്ന് തന്നെയാണ് അല്ലേ? ബാക്കി തമിഴ്നാട് വരുള്ളൂ. ഇവിടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അതിശയമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം പറയട്ടെ. ഇത് ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടി മാത്രം ഒരു ബ്ലോക്ക്. ഇതേ നോക്കി, ഫസ്റ്റ് ഇയർ ബ്ലോക്ക്. അതിൻ്റെ ഉദ്ദേശം എന്താ? സെപ്പറേറ്റ് എൻക്ലോഷർ, അവരുടെ ഫുഡ് ടൈമും കാര്യങ്ങളും എല്ലാം സെപ്പറേറ്റ് ആണ്. ഓക്കെ, ശരി. അപ്പോൾ 1 വർഷത്തോളം അവർ പ്രൊട്ടക്റ്റഡ് ആണ്. അവരെ സെപ്പറേറ്റ് ബ്ലോക്കിലാണ്, അവർക്ക് ക്ലാസ് റൂം എവറിത്തിങ്. ഒരു മിംഗ്ലിംഗ് ഒന്നും ഇല്ല. ആഹാരം കഴിക്കുന്നതിന് സെപ്പറേറ്റ് ടൈം വിത്ത് ഈ സൂപ്പർവിഷൻ ഓഫ് ദി വാർഡൻ. അപ്പോൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് വിടാം. അത് കൊള്ളാം, അടിപൊളി. ഇത് ഇവിടുത്തെ സെൻട്രൽ ലൈബ്രറി. ഉച്ച സമയമായതുകൊണ്ട് തിരക്ക്. ഓക്കെ, ക്ലാസ് ടൈം ആണല്ലോ അല്ലേ? യെസ് യെസ്. നമസ്കാരം. ലൈബ്രറിയനും എല്ലാവരും 4 പേരുണ്ട്. ഒരാൾ ലീവാണല്ലേ? ഓക്കെ, 4 ലൈബ്രറി ഇതിനകത്താണ് അല്ലേ ലൈബ്രറിയൻ ഇരിക്കുന്നത്? ഓക്കെ, സെൻറ്റർ. ഇത് ഒരു വളരെ പ്രത്യേകതയാണ്. അയ്യോ, റിസർച്ച് ഫെസിലിറ്റേഷൻ സെൻറ്റർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റിസർച്ചിലെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇത് ഡോക്ടർ ചന്ദ്ര, ഡോക്ടർ ഗോപകുമാർ, നിങ്ങളാണോ റിസർച്ചിൻ്റെ ചാർജ്? ഫുൾ ചാർജ്. PhD in microbiology. ഓക്കെ, Doctor PhD in nanotechnology. നാനോ ടെക്നോളജി. 2 PhD ഹോൾഡേഴ്സാണ് ഇവിടെ, 2 ഡോക്ടേഴ്സ്. ഒരാൾ നാനോ ടെക്നോളജി, ഒരാൾ മൈക്രോബയോളജി. ഇവരാണ് ഇവിടുത്തെ ഈ റിസർച്ച് കംപ്ലീറ്റ് ഗൈഡിങ് അല്ലേ? Researcher and staff research. സ്റ്റാഫ് റിസർച്ച്. ലാബ്, പിന്നെ ബയോകെമിസ്ട്രിക്ക് ലാബ്,
മൈക്രോബയോളജിക്ക് ഒരു ലാബ്, പെത്തോളജിക്ക് ഒരു ലാബ്, ഫാർമക്കോഗ്നസിക്ക് ഒരു അല്ല ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രി ലാബ്. കോളേജ് ബിൽഡിങ്ങിൻ്റെ മേളിൽ വന്ന് ഞാൻ ഇവിടുത്തെ ഒരു മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോവാണ്. ഇത് ഇരിക്കുന്ന പ്ലേസ് എന്താണെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലാവും. ഇതൊരു എലിവേറ്റഡ് പ്ലേസ്. ഇതിന് ചുറ്റോട് ചുറ്റും നോക്കിക്കോളൂ മലനിരകളാണ്. ഇതെല്ലാം വെസ്റ്റേൺ ഗാട്സിൻ്റെ ഭാഗമാണ്. നമ്മുടെ പൊന്മുടി മലനിരകൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഈ കാണുന്ന വലിയ പാറയില്ലേ അതിൻ്റെ ബാക്കിൽ, അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റ് എന്നാണ് പറയുന്നത്. ഈ മലനിരകളാണ് മഴമേഘങ്ങളെയൊക്കെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് ഇവിടെ മഴ ധാരാളമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ നല്ല ഗ്രീനറി അല്ലേ, നല്ല നാച്ചുറൽ വെജിറ്റേഷനുള്ള സ്ഥലമാണ്. കോളേജിൻ്റെ എൻട്രൻസ് അവിടെയാണ് മെയിൻ റോഡ്, പ്രധാന റോഡ്. അവിടെ നിന്ന് നമ്മൾ എൻട്രൻസ് വഴി അകത്തേക്ക് കയറുന്നു. ദാറ്റ് ഇസ് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ നിങ്ങൾക്ക്. അവിടെ നോക്കിക്കോളൂ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് എൻട്രൻസ്. ആൻഡ് അങ്ങനെ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഇകത്തേക്ക് വരുമ്പോൾ കോളേജ്. ഇപ്പോൾ ഞാൻ കോളേജിൻ്റെ മേളിൽ ഇവിടെ നോക്കി ആ സൈഡിൽ ജെൻസ് ഹോസ്റ്റൽ, പിന്നെ ലേഡീസ് ഹോസ്റ്റൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ആ സൈഡാണ്. ഓക്കെ, ദാറ്റ് സൈഡ്. ശാരദാ കൃഷ്ണ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ്. കോളേജ് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മേളിൽ ഒരു സൈഡിൽ മലനിരകൾ കാണുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ അതെ ഇങ്ങനെ ഗ്രീനറി നോക്കിയേ, കംപ്ലീറ്റ് കൃഷി സ്ഥലങ്ങളാണ് ഇവിടെ. ഈ ഭാഗത്തൊക്കെ റബ്ബർ, പിന്നെ അത് കഴിഞ്ഞിട്ട് വാഴത്തോപ്പ്, എന്തൊക്കെയോ ഇങ്ങനെ കാണാം കേട്ടോ, ഒരുപാട്. പിന്നെ ഇത് നോക്കിയേ, ഇവിടെ നിന്ന് ഇത്ര ഹൈറ്റിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ലേഡീസ് ഹോസ്റ്റൽ തൊട്ട് താഴെ. ഇത് 1, 2, 3, 4 ഫ്ലോറ്. ഏറ്റവും ടോപ്പിലാണ് അവരുടെ റിക്രിയേഷൻ ഏരിയ, അവരുടെ ക്ലോത്ത്സ് വാഷ് ചെയ്യുന്നതിൻ്റെ ഒരു ഏരിയ, അവർക്ക് ഇരുന്ന് വായിക്കാനും പഠിക്കാം അങ്ങനെയൊക്കെ കുറേ. അവരുടെ യോഗ, ഇത് ഇഷ്ടം പോലെ നല്ലൊരു സ്പേഷ്യസ് ഏരിയ അല്ലേ. 5.5 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാമ്പസ്. സോ ബ്യൂട്ടിഫുള്ളി ഡൺ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നൈസ്. ഇപ്പോൾ ഉച്ച സമയത്താണ് ഞാൻ നിൽക്കുന്നത്. ഉച്ച മീൻസ് ഒരു 2 മണി 3 മണി സമയം. എന്നിട്ട് വെയിലാണെങ്കിൽ നല്ല കാറ്റ്. പക്ഷേ ഇനി വൈകുന്നേരം ആയാൽ ആലോചിച്ച് നോക്കിയാൽ ഈ കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. അവിടെ അവരുടെ റൂമിലൊക്കെ നല്ല കാറ്റൊക്കെ കിട്ടും. ഇൻട്രസ്റ്റിംഗ് പ്ലേസ്. ഏതാണ്ടൊരു ഹിൽ റിസോർട്ടിൽ വരുന്ന പോലെ ഉണ്ട് മൊത്തത്തിൽ കാര്യങ്ങൾ. നല്ല ലാൻഡ്സ്കേപ്പാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി. ക്യാമ്പസിൽ ഫുൾ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്ഡ്, അങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശാരദാ കൃഷ്ണ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, അദ്ദേഹത്തിൻ്റെ പെണ്ണിലാണ് നിൽക്കുന്നത് ഡോക്ടർ സുഗതൻ. ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഓൾ ഇൻ ഓളാണ്. സാറിൻ്റെ ഇതിലാണ് കുട്ടികളൊക്കെ പഠിക്കുന്നതും അധ്യാപകരുടെ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്നത് എല്ലാത്തിൻ്റെ ഒരു ഓവറോൾ ഒരു പ്രിൻസിപ്പൽ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പോയി കണ്ടു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ കുറേ കണ്ടിട്ടാണ് ഇപ്പോൾ പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ ഫെസിലിറ്റീസും അങ്ങനത്തെ കാര്യങ്ങൾ. ആദ്യമേ തന്നെ പറയട്ടെ, ഈ കോളേജ് ക്യാമ്പസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. അതൊരു കാര്യം. കുട്ടികളുടെ ഡിസിപ്ലിൻ, പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒരു ഇൻട്രാക്ഷൻസ്, ഇത് കൂടാണ്ട് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ എടുത്തെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഹോസ്റ്റലൊക്കെ ചെന്ന് കണ്ടപ്പോഴേ എന്ത് നന്നായിരിക്കുന്നു. ഇത് 5 ഇയർ അല്ലേ കോഴ്സ്? അതെ 4 ഇയർ ആണ്. 4.5 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പും ചേർത്ത് 5.5 വർഷം. ഈ 5.5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഇവർ കാണുന്ന പേഷ്യൻസിൻ്റെ ലെവലാണ് പറയുന്നത്. ഇപ്പോൾ സാറ് 5000 പേഷ്യൻസിനെങ്കിലും കണ്ടുപോകുന്നുണ്ട്. അതൊരു വലിയ സംഭവമല്ലേ. ദാറ്റ് ഈസ് അവർ ദേ ആർ ഇൻറ്ററാക്ടിങ് വിത്ത് ലൈഫ് പേഷ്യൻസ് ആണ്. അതായത് ഡോക്ടേഴ്സ് അവരെ പരിശോധിക്കുന്ന കാര്യങ്ങളും ഇവരിങ്ങനെ ഒബ്സർവേഴ്സായിട്ട് കൂടെ നിൽക്കുകയാണ് ത്രൂ ഔട്ട്. അപ്പോൾ അവരുടെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ഭയങ്കരമാണ്. കുറേ 2ാമത്തെ വർഷം തുടങ്ങുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എ വെരി നൈസ് ഒരു രീതി എന്ന് പറയാം. ഓക്കെ, മെത്തേഡ് ഓഫ് ടീച്ചിങ്. പിന്നെ എനിക്ക് അറിയേണ്ട ഇവിടെ റിസർച്ച് വിങ് ഉണ്ട് വലിയൊരു. ഇവിടെ റിസർച്ചിങ്ങിൻ്റെ ഒരു വിങ് 2018 മുതൽ തന്നെ നമ്മൾ ആരംഭിച്ച് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോമിയോപ്പതിക് റിസർച്ച് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യക്കകത്ത് ഗവൺമെൻറ് തലത്തിൽ മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് സെക്ടറിൽ റിസർച്ച് സെൻറ്റേഴ്സ് ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ പല ഫാക്കൽറ്റീസിനെയും പുറത്തു നിന്ന് ബയോടെക്നോളജിയിലും അല്ലെങ്കിൽ മൈക്രോബയോളജിയിലും ഒക്കെ ഉള്ള PhD കംപ്ലീറ്റ് ചെയ്ത് റിസർച്ച് ഓഫീസേഴ്സിനെ തന്നെ
നമ്മൾ സപ്പോർട്ടിംഗ് ആയിട്ട് ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹോമിയോപ്പതിക് റിസർച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റ് പല യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള PhD സ്റ്റുഡൻസ് വരെ ഇവിടെ വന്ന് നമുക്ക് അസോസിയേറ്റ് ചെയ്യുകയും അവർക്ക് റിസർച്ചിൻ്റെ ലാബിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതെ, ഭയങ്കര വ്യത്യാസമാണ്. ഇവിടെ റിസർച്ച് ലാബും എല്ലാമായിട്ട് ഗംഭീരമാണ്. എനിക്ക് കുറച്ച് കാര്യം ഞാൻ നേരത്തെ പ്രേംമോഹൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ അടുത്ത്, ഈ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച്. ദാറ്റ് ഈസ് അത് അതിൻ്റെ ഒരു ടൈമിങ് അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു തരുള്ളൂ. പൊതുവെ വന്നിട്ട് അഡ്മിഷൻ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ +2 റിസൾട്ട് കഴിഞ്ഞിട്ടാണ്. +2 റിസൾട്ടിന് ഈ മെഡിക്കൽ രംഗത്തെല്ലാം തന്നെ 50% സയൻസ് സബ്ജക്റ്റിന് മാർക്ക് വേണം. അത് ബേസിക് ക്വാളിഫിക്കേഷനാണ്. ഇൻ അഡീഷൻ ടു നീറ്റ്, അതായത് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് നീറ്റ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അപ്പം നീറ്റ് മാൻഡേറ്ററി ആക്കിയിട്ടുള്ളത് കൊണ്ട് ഈ നീറ്റ് പൊതുവിൽ നടക്കുന്ന സമയം മെയ് ആണ്. അപ്പോൾ ഈ വർഷവും മെയ് മാസമാണ്. ഈ കോവിഡ് കാലത്ത് ഇടയ്ക്ക് കുറച്ച് ബ്രേക്കിംഗ് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കവിഞ്ഞ് യൂഷ്വലി മെയ് ആണ്. അപ്പം മെയ് കഴിഞ്ഞാൽ ജൂൺ മാസം നീറ്റിൻ്റെ റിസൾട്ട് വരും. ജൂലൈ മാസത്തിൽ നിന്ന് അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. അത് ഇന്ത്യയൊട്ടുക്ക് ഒരേ രീതി തന്നെയാണ്. തമിഴ്നാട്ടിൽ കൗൺസിലിംഗ് പൊതുവെ ഡിലേ വന്നു. അത് കോവിഡുമായിട്ട് കണക്ട് ചെയ്ത് അത് ഇതുവരെ കറക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഡിലേ ആയത്. കേരളത്തിൽ നടന്നു കഴിയുമ്പോഴാണല്ലോ, ഇവിടെ അപ്പോഴും കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ അത് ആ പഴയ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഇത് കണക്ഷൻ ഇതുവരെ ആഫ്റ്റർ എഫക്റ്റ് ഇതുവരെ കംപ്ലീറ്റ് ആകാത്തത് കൊണ്ടാണ്. പക്ഷേ യൂഷ്വലി ജൂലൈയിലൊക്കെ അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എത്തണം. ഓഗസ്റ്റിൽ അഡ്മിഷൻ നടത്തണം. എൻ്റെ ഒരു സംശയമാണ്, ഇൻ കേസ് നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ പോലെ തമിഴ്നാട് സർക്കാരിൻ്റെ കൗൺസിലിംഗ് ടൈം എടുക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ സ്റ്റുഡൻസിന് വരണം എന്നുണ്ട്. അവർക്ക് അതേസമയം കേരളത്തിലെ കൗൺസിലിംഗ് നടന്നു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് അവിടെ ഒരു സീറ്റ് ഉറപ്പായി കഴിഞ്ഞു. അവിടുത്തെ ഏതെങ്കിലും ഒരു ഹോമിയോ കോളേജോ മദർ കോളേജ് വോട്ടോറിറ്റീസ് അവർക്ക് വേറെ സെക്കൻഡ് ഓപ്ഷൻ എടുക്കും. ഇത് അവർക്ക് കിട്ടുമോ കിട്ടൂല എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് കൗൺസിലിംഗ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവിടെ ഇവിടെ ചേരാൻ പറ്റാണ്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു ഉറപ്പാക്കാൻ, ഇവിടെ ഒരു സീറ്റ് ഉറപ്പാക്കാൻ നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നമുക്ക് നീറ്റിൽ ക്വാളിഫൈഡ് ആവുകയും ഈ പറയുന്ന +2-ന് 50% മാർക്ക് സയൻസ് സബ്ജക്റ്റിലുണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവർക്കൊന്ന് ബുക്ക് ചെയ്യാം. പക്ഷേ എലിജിബിലിറ്റിക്ക് നമുക്ക് കോംപ്രമൈസ് ഇല്ല. എലിജിബിലിറ്റി നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. ഞങ്ങൾ അതെ അത് വേണം. ഇപ്രാവശ്യം വന്നിട്ട് 117 വന്നിട്ട് OC-ക്കും 93 വന്ന് BC/SC/ST വിഭാഗത്തിന് 93 എന്നുള്ളതായിരുന്നു. ഓപ്പൺ വന്ന് 117 ആണ്. അപ്പോൾ അത് അടുത്ത വർഷം വേരി ചെയ്യാം, ചിലപ്പോൾ അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ വരാം. അപ്പൊ അങ്ങനെ മാർക്ക്, അതായത് ഇപ്പം റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബുക്ക് ചെയ്യാം. ഒരുപക്ഷെ നമുക്ക് അവർ എലിജിബിലിറ്റി ആയില്ല എന്നുണ്ടെങ്കിൽ അവർ ബുക്കിംഗ് ചാർജ് നമ്മൾ റീഫണ്ട് ചെയ്യും. ബുക്കിംഗ് ചാർജ് കൊടുത്ത് ബുക്ക് ചെയ്ത് വെച്ചാൽ അവർക്ക് ഒരു പക്ഷേ നീറ്റിന്റെ റിസൾട്ട് വരുമ്പോൾ എലിജിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആ പൈസ അവർ റിട്ടേൺ ചെയ്യും. എന്നാലും നമുക്കൊരു ഉറപ്പാക്കി വെക്കാം, ഒരു അഡ്വാൻസ്. അതൊക്കെ എപ്പോഴാണ് വരുന്നത്? ഏത് മാസത്താണ് ഈ ബുക്കിംഗ് എല്ലാം? ബുക്കിംഗ് വന്ന് നമ്മൾ ഈ +2 റിസൾട്ട് മാർച്ചിൽ തുടങ്ങുമ്പോൾ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നീറ്റ് പരീക്ഷ അപ്പിയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ബുക്ക് ചെയ്യാം. +2 കഴിഞ്ഞാൽ ഉടനെ തന്നെ +2 കഴിഞ്ഞത് അവർക്ക് ബുക്ക് ചെയ്യാം. നമ്മുടെ എലിജിബിലിറ്റിയിൽ ലാക്കറ ഉണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്യും. ഓക്കെ, +2 റിസൾട്ട് വരുമ്പോൾ 50% സയൻസ് സബ്ജക്ട്സിന് മാർക്ക് ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം. പക്ഷേ നീറ്റ് പരീക്ഷയിൽ പിന്നെ ക്വാളിഫൈങ് മാർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പൈസ റീഫണ്ട് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ. പക്ഷേ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും, ഇവിടെ ബുക്ക് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള മാർക്ക് നീറ്റിനുണ്ടെങ്കിൽ മാനേജ്മെന്റ് സീറ്റെങ്കിലും ഉറപ്പിക്കാം. അതെ, ഇപ്പോഴും മിക്കവാറും ഈ സയൻസ് സബ്ജക്റ്റിന് 50% എല്ലാ കുട്ടികൾക്കും കാണും. കാരണം നീറ്റ് ഇപ്പം മുമ്പത്തെ പോലെയല്ല, നീറ്റ് മാൻഡേറ്ററി ആക്കിയപ്പോൾ എല്ലാവരും ആ ഒരു പ്രിപ്പറേഷനിൽ കൂടെയാണ് വരുന്നത്. അതിൻ്റെ കുട്ടികൾ ഓൾറെഡി തയ്യാറെടുത്ത് തന്നെയായിരിക്കും വരുന്നത്. മാർക്ക് മിക്കവാറും കിട്ടും. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. ഫീസ് സ്ട്രക്ചർ ഗവൺമെൻറ് സീറ്റിന് 1.25 ആണ് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഫീസ് ഇയർലി. മാനേജ്മെൻറ്റ് കോട്ടയ്ക്ക് 2.5. ഇത് മാൻഡേറ്ററി ആണ്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 50% സീറ്റ് മാനേജ്മെൻറ്റിനാണ്. 50% എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് സെൻട്രൽ ഗവൺമെൻറ് അതിലൊരു 15% സീറ്റ് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ കോട്ടയായിട്ട്. മുമ്പ് വന്നിട്ട് ഇപ്പോൾ MBBS കോഴ്സുകൾക്കൊന്നും സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അങ്ങനെ ഇല്ല. ഒള്ളി NRI കോട്ടയേ ഉള്ളൂ. അപ്പോൾ NRIക്ക് പകരമായിട്ട് ഓൾ ഇന്ത്യ കോട്ട എന്ന് പറഞ്ഞിട്ട് മാനേജ്മെൻറ്റിൻ്റെ 15%, ഗവൺമെൻറ്റിൻ്റെ 15%, അങ്ങനെ ടോട്ടലി എടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് മാനേജ്മെൻറ്റ് സീറ്റ് 50-ൽ നിന്ന് 42 കുറയും. 42 ആയിട്ട് കുറയും. അല്ല, 15% പറഞ്ഞാൽ 8 ഒരു വർഷം അങ്ങോട്ട് ഒരു മാർക്ക് മാറും. അത്ര 100 ആണ്. അപ്പോൾ 100 സ്റ്റുഡൻസിന്
42 സീറ്റ് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് കൊടുക്കാം. അതിന്റെ ഫീസ് സ്ട്രക്ചർ 2.5 2.5 ലക്ഷം ഇയർലി. ഗവൺമെന്റ് കോട്ടയിൽ വരുന്ന കുട്ടികൾക്ക് ബാക്കി സീറ്റ്സ് ആൾ ഇന്ത്യ കോട്ടയ്ക്കും 1.25 തന്നെയാണ്. ഗവൺമെന്റിന്റെ അതേ ഫീസ് തന്നെയാണ് ആൾ ഇന്ത്യ കോട്ടയ്ക്ക്. പറഞ്ഞ 8%. അതെ 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 അതെ. ഓക്കെ, ബാക്കിയെല്ലാം 1.25 ലക്ഷം രൂപയാണ് ഇയർലി. അത്ര കൂടുതലായിട്ട് തോന്നുന്നില്ല. 1.25 കൂടുതലല്ല, കാരണം ഇത് ഓരോ 3 വർഷത്തേക്കൊരിക്കൽ ഗവൺമെന്റ് റിവൈസ് ചെയ്യും. ഫീസ് ഫിക്സേഷൻ കമ്മിറ്റി റിവൈസ് ചെയ്യും. നമുക്ക് അതർ എമൗണ്ട് ഒന്നും തന്നെ ഇല്ല, കാരണം ഹോസ്റ്റൽ മാത്രമേ നമ്മൾ അവരുടെ ബുക്സ് ആൻഡ് അമ്യൂണിറ്റീസ് മാത്രമേ. കമ്പൽസറി റെസിഡൻഷ്യൽ ആണോ അതോ പുറത്തുനിന്ന് താമസിച്ച് പഠിക്കാനും വരാമോ? ഇല്ല, നമുക്ക് ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഫാമിലി ആയിട്ട് പുറത്ത് താമസിക്കുന്നവരെ നമ്മൾ അലോ ചെയ്യാറുണ്ട്. അതർവൈസ് നമ്മൾ ഹോസ്റ്റൽ നിർബന്ധമാണ്, കാരണം ഇന്നത് ഒരു പാർട്ട് ഓഫ് ഡിസിപ്ലിൻ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. 500 ഗേൾസിന് ഇവിടെ താമസിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, അത്രയും പേർക്ക്. നല്ല ഹോസ്റ്റലാണ്, വെരി വെൽ മെയിൻറ്റെയിൻഡ് എന്നല്ല, അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണല്ലോ. 7 വാർഡന്മാരുണ്ട്, ആകപ്പാട് അടിപൊളിയാണ്. മെൻസ് ഹോസ്റ്റൽ സെപ്പറേറ്റ് ഒരു ഏരിയയിൽ തന്നെയാണ് മെൻസ് ഹോസ്റ്റലുണ്ട്. അപ്പോൾ അതെല്ലാം പെർഫെക്റ്റ് ആണ്. 100 കുട്ടികൾക്ക്. പക്ഷേ ഇവിടെ കൂടുതലും പെൺകുട്ടികളാണല്ലേ വരുന്നത്? പെർസെൻറ്റേജ് നോക്കുമ്പോൾ മെഡിക്കൽ രംഗത്ത് പെൺകുട്ടികളാണ് പൊതുവെ കൂടുതൽ ഇപ്പോൾ, ഈ കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഒരു മെസ്സേജ്. എനിക്ക് തോന്നി, ഞാനിതെല്ലാം കണ്ട് മനസ്സിലാക്കിയാലും ഇത് നിങ്ങളുടെ വീഡിയോയിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴും നിങ്ങൾ പലർക്കും ഉണ്ടാകുന്ന ചില സംശയങ്ങളുണ്ട്. എപ്പോഴാണ് അഡ്മിഷൻ ടൈം, എപ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് ഒരു സീറ്റ് ഉറപ്പിക്കാൻ പറ്റുക, വാട്ട് ഈസ് ദ ഫീസ് സ്ട്രക്ചർ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്നൊക്കെ തോന്നുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റിയല്ലോ. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ, എങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ പഠിക്കുന്നത്, ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിൻസിപ്പൾ ആരാണ്, ലൈക്ക് ചെയർമാൻ ആരാണ്, ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്. അപ്പോൾ ഒരു ടോട്ടൽ ഒരു ഇവാലുവേഷൻ പോലെ നമുക്ക് അറിയാം ആദ്യമേ. ഇനി നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ കിട്ടണോ വേണ്ടയോ, ഇവിടെ അഡ്മിഷൻ വരണോ, കിട്ടാൻ ഉറപ്പാക്കണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. എന്തായാലും വളരെ സന്തോഷം സാർ, എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി. ഞാൻ പറയാം. അപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ശരി, പോയിട്ട് കുറച്ച് മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാനും കുറച്ച് മരുന്ന് മേടിച്ചു. കാലിൻ്റെ മുട്ടിന് ചെറിയ വേദന, അപ്പോൾ അതിനും നല്ല മെഡിസിൻ ഉണ്ട്. അതെ, 1 മാസം കഴിയുമ്പോൾ എനിക്ക് റിസൾട്ട് ഞാൻ വിളിച്ചു പറയും. ഓക്കെ, എന്തായാലും രക്ഷപ്പെടും. ശരി ഡോക്ടർ.